ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരാം. ഐറ്റം എന്താണെന്നുള്ളത് സർപ്രൈസാണ്. ഇപ്പോൾ പോയി സാധനം വാങ്ങിയിട്ട് വരാം. നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിനുള്ള സാധനങ്ങൾ ലുലുവിൽ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മേടിക്കാൻ പോണതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സ്ഥിരം വാങ്ങാറുള്ള കപ്പ ബിരിയാണിക്കുള്ള എല്ല് മേടിക്കണം. അപ്പോൾ എല്ലും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് ലുലുവിൽ പോകാനായിട്ട്. നമ്മളപ്പം എല്ല് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എല്ലിന്റെ കൂടെ തന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കരിയാപ്പില. അപ്പം അതിവിടെ ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി വന്നു മേടിച്ചിട്ട് വരാം. നമ്മൾ തപ്പി വന്ന കരിയാപ്പില ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് 2 കൂട് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് 2 കൂട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ജീരകസോഡ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനം, ജീരാപ്പാനി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതും കൂടെ 2 കുപ്പി എടുക്കാം. അപ്പം നമ്മൾ കരിയാപ്പില വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുണ്ടല്ലോ മറ്റേ ജീരകസോഡ ഉണ്ട്. ജീരകസോഡ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കാണിച്ചത് നല്ല ഈ സാധനം. അപ്പോൾ കപ്പയിലൊക്കെ ആയിട്ടേ ഇത് വേഗം വീട്ടിൽ കൊണ്ടു കൊടുക്കണം. എന്നാന്ന് വെച്ചാൽ ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് വേറെ സ്ഥലം വരെ പോവാൻ. ലിഫ്റ്റ് ഇങ്ങോട്ട് വരുന്നുമില്ലല്ലോ. അപ്പോൾ വേണ്ടേ നമ്മുടെ എല്ലും കപ്പയ്ക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ബാക്കി പർച്ചേസ് ചെയ്ത് വരുമ്പോൾ എല്ലും കപ്പ റെഡിയാക്കി. നമ്മളിപ്പോ എവിടുന്നോ സാധനം മേടിക്കാൻ പോണേ? ഇവിടെ മുഷ്റഫിൽ പോവാം അല്ലേ? മുഷ്റഫിലെ ലുലുവിൽ പോവാം. പോകുന്ന വഴിക്കല്ല, കൂടെ കാണാം. നമ്മളങ്ങനെ മുഷ്റഫ് മാളിലെത്തി. ഇവിടുന്ന് ലിഫ്റ്റിൽ പോവാം. ഇവിടുന്ന് ലിഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അക്വേറിയം കാണാൻ പറ്റും. ഇതുണ്ടോ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ലിഫ്റ്റിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം. ഇത് മുകളിൽ വരെ ഉണ്ടല്ലേ അക്വേറിയം? ഇതിപ്പോ ഒരു ചെറിയ അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. ഒരു ചെറിയ അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ലൊരു കൂട്ടം മീൻ വന്ന സമയത്തെ ഞാനതിന് വിട്ടുപോയി. ഞാൻ ഈ എടുത്ത വീഡിയോ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് മീൻ വന്നത്. അതുകൊണ്ട് ഒന്ന് താഴേക്ക് പോയി, താഴേക്ക് പോയി അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരെ കയറിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കട്ടെ. നമുക്ക് നോക്കാം എല്ലാ സാധനം കിട്ടുമോ. നമ്മൾ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് അമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം കേട്ടോ. നമ്മളിപ്പം ലുലുവിൽ കയറിയിട്ട് ഇനി വെജിറ്റബിൾസിന്റെ ഏരിയയിൽ ആദ്യം പോകണം. നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ വെജിറ്റബിൾസിന്റെ അകത്താണ് വരാൻ സാധ്യതയുള്ളത്. അപ്പം അവിടെയാണ് നോക്കണം. ഈ സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എടുക്കുന്നതെന്ന് നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കണം കേട്ടോ, എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. അങ്ങനെ നമ്മൾ വിശാലമായ പച്ചക്കറി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഐറ്റം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് അങ്ങനെ അടുത്ത ഐറ്റം പച്ചക്ക. ഈ പച്ചക്കൊക്കെ എത്ര എണ്ണം എടുക്കണം? ഒരു കുറച്ച് പോരെ? അത് മതിയോ? അതോ ഇത് മതിയോ? അതെടുത്തോ, വേണമെങ്കിൽ കറിക്കും എടുക്കാമല്ലോ. ബാക്കി നമുക്ക് വേണ്ട ഐറ്റംസ് കാച്ചിലുണ്ട്, കൂർക്കയുണ്ട്. ഇത് ചേമ്പും ഉണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചേമ്പെന്ന് പറഞ്ഞാൽ വേണം 2 എണ്ണം മേടിച്ചേക്കാം.
കാച്ചില് ഏതാ? ചെറിയ കഷ്ണം വല്ലതും എടുത്താൽ മതി. എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഇച്ചിരി ഇതെടുക്കാനാ? ആ ചെറുതോ ചെറുതോ. ഏഹ് ആ കൂർക്ക എടുത്തോ. കൂർക്ക ഇച്ചിരി കൂടുതൽ എടുത്തോ, വേണമെങ്കിൽ കറിക്കും എടുക്കാലോ. ചേമ്പ് ചെറിയ ചേമ്പ് വേണോന്നാ പറഞ്ഞേ. ആ അതായത് ഇതെനിക്ക് ചേമ്പ് അലർജിയാ, അതുകൊണ്ട് ഒത്തിരി ചേമ്പ് വേണ്ട, എന്നാലും നമ്മുടെ ഐറ്റത്തിന് ഇത് മസ്റ്റാന്നാ പറഞ്ഞത്. ഇത് ചെറുതല്ലല്ലോ. ആ ഉള്ളത് കൊണ്ട് അലർജി ഉണ്ടാക്കാം, എന്നാലും ഇത് ഇത്ര മസ്റ്റായിട്ടുള്ള സാധനമാണല്ലേ. ഇതുവരെ നമുക്ക് ഇവിടെ ഈ ഫ്രൂട്ട്സിന്റെ അകത്തുനിന്നേ ഇത്തിരി എന്തേലും മാങ്ങായോ അങ്ങനെ എല്ലാം ഒക്കെ മേടിച്ചോണ്ട് പോകാം. കണ്ടു എനിക്ക് മാങ്ങായ ഇരിക്കണമെങ്കിൽ ഒരു മാങ്ങായോ കേട്ടോ. ഏത് ഇതിന്റെ കാര്യം പറഞ്ഞു? നല്ലതായിരിക്കും, നല്ല നോക്കി എടുക്കാം. നല്ലത് നോക്കി നമുക്ക് എടുക്കാം. ഇതിപ്പോ കാണുന്നതാണ്. പ്രത്യേകിച്ച് മാമ്പഴത്തിന്റെ മണമൊന്നുമില്ല കേട്ടോ, എന്നാലും എടുക്കാം. നമ്മുടെ സിന്ദൂരം മാമ്പഴമൊക്കെ ഉണ്ട്. ആ ഇത് മണത്തോക്ക് ഉണ്ടോ? പഴുത്ത പോയാലൊക്കെ ഈ കേട് വരാനുള്ള ടൈപ്പ് ആണോ അല്ലേ? സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റ് ചെയ്യാം അല്ലേ? സൗത്ത് ആഫ്രിക്കൻ കുറച്ച് മുകളിലോട്ട് ഇരിക്കുന്ന എടുക്കുക, അതാകുമ്പോ അധികം ആരും ഞെക്കി നോക്കിയിട്ടില്ലായിരിക്കും. രണ്ടെണ്ണം എടുക്കാം അല്ലേ? എന്തായാലും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് പരീക്ഷ നോക്കാം. വാ. ഞാനേ ഇവിടെ ഈ മണമുള്ള മാമ്പഴം നോക്കി നോക്കി വന്നപ്പോൾ ഒരു മണമുള്ള മാമ്പഴം കണ്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ? ഈ മാമ്പഴത്തിന് മണത്ത് നോക്കിയിട്ട് നല്ല മണമുണ്ട്, പക്ഷെങ്കില് മണമുണ്ട്, വിലയുണ്ട്. അതിന്റെ വില ഞാൻ കാണിച്ചു തരാം. അതെ, കൊളംബിയയുടെ ഈ മാമ്പഴത്തിന്റെ വില 59.95 ദിർഹംസാണ് പെർ kg വില. അപ്പൊ ഈ മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഞ്ഞൂടി കിട്ടും. അതുകൊണ്ട് ഇത് വേണ്ട, നമ്മളെടുത്തോടെ തന്നെ ഭദ്രമാക്കി വെച്ചേക്കാം. അവിടെ പൈനാപ്പിൾ ഉണ്ട്, വേണോ? ഇന്ത്യൻ ഉണ്ട്. ഇതുണ്ടോ? ഇത് പഴുത്തായിരിക്കുമോ? കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത് ഇതാ പൈനാപ്പിൾ. ഇതെങ്ങനെയുണ്ട്? പക്ഷെ പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതാ ഇതൊരു ചെറിയ അത്യാവശ്യം മീഡിയം സൈസുമാണ്, പഴുത്തിട്ട് കൊണ്ടുവന്നോ. ഇതും കൂടെ എടുത്താലോ? ഇന്ത്യൻ ഇടയ്ക്കേ കിട്ടത്തുള്ളൂ ഇത്. പക്ഷേ ഇതല്ലേ നമ്മളിപ്പോ എടുത്തിട്ട് വെച്ചേ. മുള്ളൊക്കെ ഉണ്ട്. ഇന്ത്യൻ തന്നെയാന്ന് തോന്നുന്നു. ഇന്ത്യനാ. ഇനി നമുക്ക് എടുക്കാനുള്ള സാധനം തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമുക്ക് ചേട്ടായി കൊണ്ട് എടുപ്പിക്കാം. ഞാൻ എടുക്കുമ്പോ ഒക്കെ വൻ പരാജയമാണ് തേങ്ങ. എന്നാ നോക്കുന്നത്? കാന്താരി. കാന്താരി അവിടെ കാന്താരി ഇരിക്കും. മമ്മി പച്ചമുളക് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചമുളക് വേണമെങ്കിൽ ഇച്ചിരി കാന്താരിയും കൂടെ മേടിച്ചേക്കാം. കാന്താരിനെയാണോ? ഇല്ല, കാന്താരി ഗ്രീൻ ഹോള്, ബേബി ചില്ലി അല്ല. ഇത് കാന്താരിയാന്നേ, ഇത് കാണും പറയാൻ പറ്റില്ല. അവിടെ കാന്താരിയാ, അത് വലിയ കാന്താരി, മുഴുത്ത കാന്താരിയാ. ഇത് കാന്താരി തന്നെ ഉണ്ടോ? 4.50. നമുക്ക് ഇതും കൂടെ എടുക്കാവേ. ഇതുണ്ടോ അവിടെ കാന്താരി ഇരിക്കുന്ന? ഇത് ആദ്യം കണ്ട കാന്താരി പോലത്തെ അല്ലേ, ഇതാണ് ഒറിജിനൽ കാന്താരി എന്ന് തോന്നണം അല്ലേ? എന്നാ ഈ കാന്താരി എടുക്കാം. അതുകൊണ്ട് നമുക്കേ ഈ ആദ്യം എടുത്ത കാന്താരി അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കാം. നമ്മൾ മറ്റേ കാന്താരി എടുത്തു. തേങ്ങ വേണ്ട ഇവിടെ. തേങ്ങ മേടിക്കുന്ന ടാസ്ക് എപ്പോഴും ഞാൻ മേടിക്കുന്ന തേങ്ങ എല്ലാം വൻ പരാജയങ്ങളാണ്. ആ പാട് ഒരു തവണയും കണ്ട് എനിക്ക് നല്ലത്.
ആ ആ തേങ്ങ കിലുങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച തേങ്ങ നല്ലതെന്നല്ലേ പറഞ്ഞത്? കൊള്ളില്ലായിരുന്നു. ഒരെണ്ണം അങ്ങാണ്ട് കൊള്ളുമായിരുന്നല്ലോ. എന്തായാലും വന്നാലേ കുറച്ചെന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ നോക്കാം. ലിച്ചി നോക്കാം. അവള് നാളെ റംബൂട്ടാൻ കഴിച്ചാലേ ലിച്ചി ഒന്ന് കൊടുത്തു നോക്കാം. കഴിക്കുവാണെങ്കിൽ പ്ലമ്മിന് കണ്ട ഓഫർ ഉണ്ട് കേട്ടോ. പ്ലം 9 ഉള്ളൂ. ആ നല്ല നോക്കി എടുക്കും. ചിലത് പൊട്ടിയിട്ടുണ്ട്. ഈ പ്ലം ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ലതുണ്ടോ. ഈ പ്ലമ്മും കൂടെ എടുക്കാം കുറച്ച്. പ്ലം ഏതാ? ഡാർക്ക് കളറിൽ എടുക്കണം. എടുക്കും. പുളി ഉണ്ടോന്ന് അറിയത്തില്ല. ലൈറ്റ് കളറുള്ളതിന് പുളി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വലിയ കുഴപ്പമില്ല. നമുക്ക് കുറച്ചെടുക്കാം എന്തായാലും. ഇനി എങ്ങാനും കൊള്ളില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇത് പോരെ? ഇത് മതിയോ? വേറെ ഉണ്ടല്ലോ. ഇതിപ്പോഴേ നമ്മള് ഈ കുറച്ച് ചേനയും ചേമ്പും ഒക്കെ എടുത്തുകൂടെ കുറെ ഫ്രൂട്ട്സും കൂടെ എടുത്തോണ്ട് കൺഫ്യൂഷൻ ഒന്നും വിചാരിക്കണ്ട. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞ മറ്റേ ഐറ്റത്തിന് ആവശ്യമുള്ളത്. അത് നമ്മൾ എടുത്ത ചേന, ചേമ്പ്, പിന്നെ കാച്ചില്, പച്ചക്ക, അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ എന്തായാലും വന്നാലേ അതുകൊണ്ട് തന്നെ എടുക്കുന്നത്. മാങ്ങയൊക്കെ ഒരു സൈഡിലോട്ട് മുകളിലോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. വല്ലതും വീണ് ചതഞ്ഞു കഴിഞ്ഞാൽ. ഏത്? ഇത്രയും സാധനങ്ങൾ അല്ലേ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന? ഇത്രയും സാധനങ്ങൾ. ഇത് നമ്മുടെ സ്പെഷ്യൽ ഡിഷിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ്. ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മാറ്റി വെച്ച്. പിന്നെ സുട്ടുവിന് ചോദിച്ചു കാണോ അവൾക്ക് എന്തെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനേ ഉള്ള എന്തെങ്കിലും സാധനം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അവൾക്ക് ഇഷ്ടം കേക്കൊക്കെ. അപ്പം നമുക്ക് അങ്ങനത്തെ കേക്ക് ഐറ്റംസ് എന്തെങ്കിലും നോക്കാം. അവിടുത്തെ ബേക്കറിയിൽ കേക്ക് നോക്കാം. ഇത് കണ്ടോ? ഇത് മഫിൻസാ. പക്ഷെ അവള് കഴിക്കുമോന്ന് അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, അതുണ്ടോ? എലൈറ്റിന്റെ റിച്ച് പ്ലം കേക്ക് ആണോ? പ്ലം കേക്കിന്റെ ഭയങ്കര ഫാനായിട്ടായി. ഇത് മറ്റേ ചതുരത്തിലുള്ളതെന്ന് തോന്നുന്നു അല്ലേ? എന്നാ പിന്നെ അതും കൂടെ എടുക്കാം. ഈ സാധനങ്ങളെല്ലാം ഇപ്പം ഈ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണോ കേട്ടോ? കുറെ അധികം സാധനങ്ങളുണ്ട്. ആ സ്വീറ്റ്സിലും വല്ലോന്നോ? ഡോണറ്റ്. 4 ഡോണറ്റ് സ്കൂളിൽ കൊണ്ടുപോകും ചെയ്യായിരിക്കും അല്ലേ? ഇത് പെർ പീസിനാ. ഈ സാധനം കൂട്ടെങ്ങാനും വാങ്ങിക്കുവാണെങ്കിലും ഒരു കളറൊക്കെ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും. ഇത് കണ്ടോ? ലഡുവും ജിലേബിയൊക്കെ ഇരിക്കും. ഇത് നമ്മുടെ നാട്ടിലെ കൂട്ട് ലഡുവാണോ അല്ലേ? ആ മഞ്ഞ ലഡു ഉണ്ട ഉണ്ട പോലെയുള്ള ഇത്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഉള്ളിവട ഉണ്ട് കേട്ടോ. ഉള്ളിവട മറ്റേ നാട്ടിലത്തെ കൂട്ട് ഉള്ളിവട. അണ്ട ഉള്ളിവട നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഉള്ളിവട തന്നെ. അണ്ട ഇത് വട്ടത്തിൽ. ഇത് ഇങ്ങനെ എല്ലായിടത്തും കാണാറില്ല. ഇവിടെ മറ്റേ പക്കോടയല്ലേ കൂടുതലും കാണുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ വൈറലായിട്ടുള്ള എമ്മ ചീസ് കേക്ക് കിട്ടി കേട്ടോ.
ഇനി ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് നാളായിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം ഐറ്റങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ കേട്ടോ. ഇത്ര നോക്കിയിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് മാത്രമേ കാണുന്നുള്ളൂ ഗൈസ്. ഇനി കുറച്ച് അടുക്കള ഐറ്റംസ് വാങ്ങാൻ പോകും. നമ്മളോട് അത്യാവശ്യം എന്ന് പറഞ്ഞു വിട്ടാൽ വേണ്ടേ വാഷിംഗ് പൗഡറിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ചൂസ് ചെയ്യും. അപ്പം ലാസ്റ്റ് ഇരിക്കുന്നതല്ലേ, പുട്ടുപൊടി ഇതെടുക്കാം. ഈ ഫോർച്യൂണിൻ്റെ നമുക്ക് സാധാരണ വലുതായിരുന്നു വേണ്ടത്, അതില്ല. അപ്പോൾ നമുക്ക് ചെറുത് വാങ്ങിക്കാം. എന്നിട്ട് ഓൺലൈനിലോ എല്ലാം നോക്കാം. റെഡ് ലേബൽ അല്ലേ? റെഡ് ലേബലിന് അതിൻ്റെ ഓഫറും ഉണ്ട്. 10 റംസേ ഉള്ളൂ. റെഡ് ലേബലും കൂടെ എടുത്തേക്കാം. ഇനിയിപ്പോൾ എന്തോ പഞ്ചസാര വേണം. തൈര് കേടിന് ഓഫറുണ്ട്, എടുത്തോ. ഏതായാലും വേണം. എക്സ്പയറി നോക്കണം. എക്സ്പയറി 7.2 വരെ ഉണ്ട്. കണ്ടോ ഇതിൻ്റെ അകത്ത് തപ്പി തപ്പി വന്നപ്പോൾ ഒരു സാധനം ഇരിക്കണുണ്ടോ, നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ ബാറ്റർ. വഴനയപ്പം. അങ്ങനെ ലുലുവെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഇഷ്ടംപോലെ സാധനങ്ങൾ മാറ്റുന്നത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൽക്കാലം ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം ഗൈസ്. നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് ലുലുന്ന് 5 ഉള്ളിവട നേരെ കഴിക്കും. വീട്ടിലെത്തുമ്പോഴത്തേക്കും കപ്പ ബിരിയാണി ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ വഴിയെന്ന് കിട്ടി. സുട്ടു എവിടെയാ? സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല കപ്പ ബിരിയാണിയുടെ മണമുണ്ട്. രമ്യ കപ്പ ബിരിയാണി ഗൈസ്. അപ്പോൾ നമ്മുടെ ചൂട് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യലായിട്ട് ഒരു ട്രഡീഷണൽ അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.